ക്യാൻസർ ആരെയും പിടിച്ച് കൊല്ലുന്നില്ല. ഇപ്പൊ RCC തന്നെ ഫുള്ള് സൗജന്യം പോകാണ്ട് പോയിക്കോട്ടെ, പക്ഷെ അതിന് കുറെ കിട്ടും. വെന്റിലേറ്റർ കടന്നിട്ട് പോലും അവന്റെ പേരിൽ ക്യാഷ് പെട്ടെന്ന് ക്യാഷ് അയക്കിയെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ. കട്ടൻ ടോക്സിൽ ഇന്ന് കൂടെ ഉള്ളത് ബാലേട്ടനാണ്. ഏകദേശം 8 വർഷത്തോളം പ്രവാസിയായിരുന്നപ്പോൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുകയും ഒമാനിൽ നിന്ന് ഏകദേശം പിന്നീട് 8 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ക്യാൻസർ സർവൈവ് ചെയ്തിട്ട് ബാലേട്ടൻ ചെയ്തത് അതിജീവനം വീക്കാൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയാണ് അല്ലേ, ക്യാൻസർ സർവൈവേഴ്സിന്, ക്യാൻസർ ഉള്ളവർക്ക് വെച്ചുകൊണ്ട്. അപ്പോൾ ഏകദേശം 20,000-ത്തിലധികം ആളുകളാണ് ഇപ്പോൾ ആ ഗ്രൂപ്പിലുള്ളത്. പരസ്പരം സഹായിച്ചും മോട്ടിവേറ്റ് ചെയ്തും ഇൻസ്പയർ ചെയ്തും നല്ല ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുത്തുമൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ക്യാൻസർ ഡേയിൽ ബാലേട്ടന് കുറേ ചിന്തകൾ ഷെയർ ചെയ്യാനുണ്ട് ക്യാൻസറിനെ കുറിച്ച്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കട്ടൻ ടോക്സിൽ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്രാവശ്യത്തെ തീം അതായത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ്. അതായത് നമ്മൾ പരിചരണത്തിൻ്റെ വിടവ് നികത്തുക. അതായത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബങ്ങളായാലും ബന്ധുക്കളായാലും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ഈ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുത്ത് ഇവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. കാരണം ക്യാൻസർ വന്നാൽ അതോടുകൂടി തീർന്നു എന്ന് കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയല്ല വേണ്ട. അന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, പല ഭർത്താവിന് ക്യാൻസറാണ് പറഞ്ഞാൽ ഭാര്യ ഇട്ട് പോകുന്നു, ഭാര്യയ്ക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇട്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടോ? ഒരുപാട്, ഇഷ്ടം പോലെ. നമ്മളുടെ ഇതിൽ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് അവരെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇട്ടുപോയ ഭർത്താക്കന്മാർ, ഭാര്യമാർ, അങ്ങനെയുള്ള ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ നമ്മളുടെ ഈ അതിജീവനത്തിലുണ്ട്. എനിക്ക് വിളിച്ചിട്ട് പല സ്ഥലത്തുനിന്നും വിളിച്ചിട്ട്, ബാലേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, മോളെ എനിക്ക് എല്ലാം എൻ്റെ അനിയത്തിമാരാണ്, ആരും ഇല്ല എന്നുള്ളത് വേണ്ട, നീ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ ഒഴിഞ്ഞിറക്കണ കുറച്ച് സ്ഥലമുണ്ട്, ആർക്കും അവിടെ താമസിക്കാം. ഞാൻ അങ്ങനെയാണ് പലരെയും വിളിച്ചിട്ടുള്ളത്. അവരിപ്പോഴും പറയുന്നതാണ്, ഞങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരൊറ്റതാണ് ഞങ്ങൾക്ക് ഇന്നും ജീവിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട്. നേരിട്ട് ഒരുപാട് കണ്ടും കേട്ടും പരിചയമുള്ള കാര്യമാണിത്. അതെ. അപ്പം ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ ബാലേട്ടൻ നേരിട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് അതിക്കുഴികൾ അല്ലേ? ഒന്ന്, ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് പൈസ നടത്തിക്കാണ്ട് പാവപ്പെട്ട ആൾക്കാരുടെ നിന്ന് കാശ് സമ്പാദിക്കുക, മറ്റുള്ളവരുടെ ഫോട്ടോ മാറ്റി സ്വന്തം ഫോട്ടോ വെച്ചിട്ട് അവരുടെ റിപ്പോർട്ടുകളും വെച്ചുകൊണ്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാൻസർ വന്ന ആൾക്കാരെ വെച്ചിട്ട് അവരെ ശരിക്കും RCC അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇനി അവർക്കൊന്നും ചെയ്യാനില്ല, അവസാനം അവർക്ക് എത്ര കാലം ജീവിക്കുന്നെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആ ഒരു മറ്റൊരു ചികിത്സ അവർക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ചില തട്ടിപ്പ് വീരന്മാരുണ്ട്. ഈ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഇറങ്ങിയിട്ട്, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, ചില ആൾക്കാർ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അതിൽ കുറേ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ ഉദ്ദേശം എന്താണ്? ഇതിലൂടെ ഒരു സമ്പത്ത് ഉണ്ടാക്കുക. അതായത് ഇങ്ങനെ ഈ ഒരു ദുരിതം, ഇങ്ങനത്തെ ഒരാൾക്ക് പ്രശ്നം എന്നുള്ളത് സമൂഹത്തിൻ്റെ മുന്നിൽ പറയുമ്പോൾ ഏതൊരാൾക്കും മനസ്സ് അലിയും. 10 രൂപയായാൽ ഈ പാവപ്പെട്ട ആൾക്കാരെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇതെല്ലാം ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹോസ്പിറ്റലായിട്ട് ചില ഹോസ്പിറ്റലുകൾ, എല്ലാ ഹോസ്പിറ്റലും എന്നല്ല, എല്ലാ ഡോക്ടറും എന്നല്ല, ആരെയും നമ്മൾ അടച്ചാക്ഷേപിക്കല്ല, പക്ഷെ ചില ആൾക്കാർ ഈ നന്മ മരങ്ങൾക്ക് കൂടിങ്ങാണ്ട് ചില ഹോസ്പിറ്റലുകൾ ടൈപ്പ് ആവുന്നുണ്ട്. ഇത്ര 65 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം, 65 ലക്ഷം അല്ലെങ്കിൽ 1 കോടി, 1,50,000 ഇങ്ങനെയുള്ള രീതിയിൽ ഈ ചികിത്സ മാറ്റി കൊടുക്കുക, 100% നിനക്ക് ഇത് മാറ്റിത്തരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പിടിച്ചു വലിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് പറയുമ്പോൾ ഇത്രയും പൈസ ഉള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. അങ്ങനെ പറയുമ്പോഴാണ് അപ്പോൾ ശരിക്കും നമ്മൾ RCC പോലെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കാണ് ഈ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, ഇവർ പറയുമ്പോൾ അതൊരു പ്രചോദനമാവുകയാണ്, പ്രതീക്ഷയാണ്. അപ്പോൾ ഈ നന്മമരങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കാം, ഞങ്ങളിതിന്ന് ഇത്ര കമ്മീഷൻ ഞങ്ങൾ വലിക്കും, നിങ്ങൾക്കുള്ള 65 ലക്ഷം കഴിഞ്ഞ് ബാക്കിയുള്ള കിട്ടുന്നത് ഞങ്ങൾ എടുക്കും, ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ശരിയാണ്, ഇനിയിപ്പോൾ 65 എടുത്താലും ഞാൻ രക്ഷപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിലോട്ടാണ്ട് വീഴാണ്. ഇതുപോലുള്ള നേരിട്ടുള്ള അനുഭവങ്ങൾ, നേരിട്ട് ഒരുപാട് അനുഭവമുണ്ട്. ഇതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇത് കേസാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പിടിച്ച് അകത്താക്കുണ്ടാവും. പക്ഷേ അകത്താക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് A to Z വലിയ വലിയ ഹോസ്പിറ്റൽ മാഫിയകൾ, അതുപോലെ ഈ ചാരിറ്റികൾക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരനുണ്ട്. അപ്പോൾ ഇവരിടയിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ എന്തായി, നമ്മളെ തന്നെ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കുക, അതുപോലെ തന്നെ നമ്മളെ പേരിൽ കേസ് കൊടുക്കാൻ നോക്കുക.
അപ്പം നമുക്ക് എല്ലാവരും ഉണ്ടാതിരിക്കും. കാരണം ഈ വയ്യാത്തതിൽ ഞങ്ങൾക്ക് കേസായിട്ട് പോകാൻ പറ്റുന്നില്ല. അതിന് പിന്നാലെ പോകണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും അത് അടച്ചു നിൽക്കുകയാണ്. പക്ഷെ അത് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഇന്ന് അറിയേണ്ട ഒരു സത്യമാണ്. ഇനിയും ഇങ്ങനെ ജീവൻ വെച്ചിട്ട് തട്ടിപ്പ് നടത്താൻ ഒരാളെയും വിട്ടുകൊടുക്കരുത്. ഇപ്പം ഞങ്ങളത് തന്നെ ഒരു ഇപ്പം അടുത്ത് ഉണ്ട് ചെയ്യുന്നുണ്ട്. ഓരോ സമയത്തും നമ്മളെ ഗ്രൂപ്പിലടക്കം പറയുന്നതാണ്, നോക്കൂ നിങ്ങൾ ജീവൻ വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിടുന്നു. നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാരെ പൈസ മേടിച്ചുകൊണ്ട് നമ്മളെ ജീവൻ ഇവർക്ക് കളിക്കാൻ കൊടുക്കരുത്. എത്ര കാലം എന്നും മരിക്കാം. ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് മരിച്ചോളണമെന്നില്ല. ഇപ്പോൾ 8 വർഷം 3 മാസമേ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു പെങ്കൊച്ചിനെ ആ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട് ഷാർജയ്ക്ക് കൊണ്ടുപോയി. ഇപ്പോൾ 16 വർഷമായി, ഇതുവരെ മരിച്ചിട്ടില്ല. 3 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അയാൾ പറഞ്ഞു 3 മാസമേ ഉള്ളൂ വെച്ചാൽ 3 മാസം എൻ്റെ കൂടെ നിന്നോട്ടെ. അങ്ങനത്തെ നല്ല ഭർത്താക്കന്മാരുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ക്യാൻസർ എന്ന് കഴിഞ്ഞാൽ ചവിട്ടിക്കളയുന്നത്. അത് ഭാര്യയായാലും ഭർത്താവായാലും കുടുംബങ്ങളായാലും എല്ലാറ്റിലും ഉണ്ട്, ഒരു ഇതിൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ പറയുന്നത്, ഒന്ന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവർ അഗെയിൻസ്റ്റ് ഒന്ന് നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക. രണ്ടാമത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറും എന്ന് RCC പോലെയുള്ള പേഷ്യൻസ് ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു പേഷ്യൻറ്റിനെ ഇത്ര ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ മാറ്റി തരാമെന്ന് പറഞ്ഞ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ അവിടുന്ന് പോലും നമുക്കിനി ഒന്ന് ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി പോലത്തെ വലിയ വലിയ മെഡിസിനുകൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് തുടക്കത്തിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ഇതൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇമ്മ്യൂണോതെറാപ്പി കയറ്റുകയാണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് കുഴപ്പമുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ 50ഓളം കീമോകൾ, 30ഓളം റേഡിയേഷനുകൾ, ഇതെല്ലാം കഴിഞ്ഞ് ആ ശരീരത്തിൽ പെട്ടെന്നൊരു ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള ഒരു മെഡിസിൻ കയറ്റുന്ന സമയത്ത് ഏതൊരു കുട്ടികൾക്കും മനസ്സിലാവും ആ ശരീരം അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒരൊറ്റ മെഡിസിനോട് കൂട്ടിയിട്ട് അവൻ ഈ ലോകത്തു നിന്ന് തന്നെ പോയത്. അപ്പോൾ അവനുള്ള ഒരു പ്രതീക്ഷ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാലേട്ടാ ഇവർ അവസാനത്തെ ഒരു ഇത് തന്നതാണ്, എനിക്ക് ജീവിക്കാൻ തരും, ഞാൻ വന്നിട്ട് വേണം എനിക്ക് നിങ്ങളെ കൂടെ കൂടിങ്ങാണ്ട് ഇതേപോലെ നമ്മളെ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്നിപ്പോൾ മണ്ണോടടിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരുപാട് കോലാഹലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം? അവനെ രക്ഷപ്പെടുത്തുക എന്നല്ല, അവൻ പോവാണ്ട് പോയിക്കോട്ടെ, പക്ഷെ അതിന് കുറെ കിട്ടും. വെന്റിലേറ്റർ കടന്നിട്ട് പോലും അവൻ്റെ പേരിൽ ക്യാഷ് പെട്ടെന്ന് ക്യാഷ് അയക്കിയെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പം എന്താ ചെയ്യുക? ഇവരൊക്കെ പേരിൽ കേസ് കൊടുക്കാൻ തെളിവില്ലാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന് കേസിന് പോയി നമുക്കതിന് സാമ്പത്തിക നഷ്ടങ്ങൾ ഇതന്നെയുള്ളൂ. പക്ഷെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇനിയെങ്കിലും എന്താണ് സമൂഹം ഇത് ശ്രദ്ധിച്ച് കാണുക. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഈ വ്യക്തി രക്ഷപ്പെടുമോ? രക്ഷപ്പെടാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും കൊടുത്തുങ്ങാണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അതാണ് ഞങ്ങളെ ഈ അതിജീവനം വീക്കാൻ എന്ന് പറയുന്നത് ഞങ്ങളെ ക്യാൻസർ കൂട്ടായ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിന് അഗെയിൻസ്റ്റ് എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് എയിംസ് സംവിധാനങ്ങളോട് കൂടിയിട്ട് ഇപ്പോൾ പോണ്ടിച്ചേരിയിലൊക്കെ ജിപ്മർ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് A to Z ഫ്രീ ആണ്. അവിടെ ഒരു പൈസ പോലും വേണ്ട. പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടാൻ പാടാണ്. ഇല്ല, ഒരു പാടുമില്ല. അതൊക്കെ ആൾക്കാർ പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കുകയാണ്. അവിടെ പോയി അങ്ങനെയാണ് നമ്മളുടെ വെറും ഒരു ആധാർ കാർഡ് മാത്രമായിട്ട് അവിടെ ചെന്നാൽ മതി. അവരവിടെ ഉള്ള എല്ലാം. പക്ഷെ ടൈം പിടിക്കും. കാരണം ഇന്ന് ചെന്ന് നാളെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് നോക്കണം. അപ്പോൾ നമ്മളത് തന്നെ കഴുത്തിന് ക്യാൻസർ വന്ന് അവനവിടെ പോയി ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇനി വേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒന്നിച്ചിറങ്ങിയിട്ട് എയിംസ് പോലെ സംവിധാനങ്ങളോട് കൂടിയിട്ട് ഒരു സൗജന്യമായിട്ടുള്ള ഹോസ്പിറ്റൽ നമ്മളെ കേരളത്തിൽ വേണം. ഇപ്പോൾ കാസർഗോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരൊക്കെ പോകുന്നത് കോയമ്പത്തൂരാണെന്ന് പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ കാസർഗോഡ് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതുകൊണ്ട് അവർ അതിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു സൗജന്യ മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് അവിടെ വരിക. നമുക്ക് കേരളത്തിൽ എവിടെ വന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ ദൂരം ഒന്നും പ്രശ്നമില്ല. അപ്പോൾ RCC നടക്കുന്നുണ്ട്, മലബാർ MCC ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് സൗജന്യം ഇല്ല. അവിടെ സൗജന്യം കിട്ടണം നിങ്ങൾക്ക് കാരുണ്യയുടെ എന്തെങ്കിലും ഇതോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ഈ സംവിധാനം ഇപ്പോൾ RCC തന്നെ ഫുള്ള് സൗജന്യമാക്കുക. അപ്പൊ ഈ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഈ മറ്റുള്ള ചതിക്കുഴിക്ക് പോകില്ല, നന്മമരങ്ങളുടെ ഇടയ്ക്ക് കഴുത്ത് വെച്ച് കൊടുക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹോസ്പിറ്റല്
കേന്ദ്ര സർക്കാരും ഗവൺമെൻറ്റും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളോ ഇവരെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? ഇവിടെ കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് തഴച്ച് വളർന്നിട്ടുള്ള ക്യാൻസർ വെച്ചിട്ട്. നോക്കി ഏതൊരു ക്യാൻസർ ഹോസ്പിറ്റലുണ്ടോ അത് വലിയ ഇതായിരിക്കും. നേരത്തെ ഒരു പനി ജലദോഷം പിടിച്ച ഹോസ്പിറ്റലുകൾ ഏതെങ്കിലും വലുതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഏതാണ്? ഈ രോഗത്തുനിന്ന്. ബൈപ്പാസ് സർജറി, അതുപോലെ ഇങ്ങനെ ക്യാൻസർ, ഇങ്ങനത്തെ ഇതിന്നാണ് ഇതിന് അതൊരു മാഫിയ തന്നെയാണ്. ഇപ്പോൾ എത്രയോ മരുന്നുകൾ നമ്മൾ ശ്രീചിത്രയിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് കേട്ടു എന്നല്ലാതെ ഇതൊക്കെ എവിടെ പോയി? അപ്പോൾ ഇതെല്ലാം ചില മാഫിയകൾ ഇതിലുണ്ട്. അതെല്ലാം കണ്ടറിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നമ്മളെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും എല്ലാം ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ നന്മമരങ്ങൾ ഒരാൾ ഇനി കൊല്ലില്ല. ക്യാൻസർ ആരെയും പിടിച്ച് കൊല്ലുന്നില്ല. മുൻകൂട്ടി കാണാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ ഒരു തീമും. അതെ, കെയർ ക്യാപ്പ്. അതെ. അപ്പം നമ്മൾ എന്ത് വേണം വെച്ചാൽ നമ്മളത് കറക്റ്റായിട്ടുള്ള വഴിയിലെത്തുക. എല്ലാ ക്യാൻസറും മാറ്റുന്ന ഒരു ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഓരോന്നിന് ഇപ്പോൾ RCCയിലെ ഓരോ ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ ഓരോ ക്യാൻസറിന് ആ ക്ലിനിക്ക് പോയാൽ അവിടെയുള്ള ഡോക്ടർമാർ ഉണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാറ്റിനും പോയിങ്ങാണ്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ചെയ്തു കൊടുത്തെന്ന് വരും, പക്ഷെ അതുകൊണ്ട് ഉപകാരം കിട്ടിക്കൊള്ളണം എന്നില്ല. ബാലേട്ടൻ നിരന്തരം ക്യാൻസർ ഉള്ളവരുമായിട്ടുള്ള സമ്പർക്കമാണല്ലോ ഗ്രൂപ്പ് വഴി. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഒരു എന്താണ് ഒരു ആവശ്യം എല്ലാവരുടെയും ഷെയർ ചെയ്യാൻ? ഇതാണ് ഈ സൗജന്യ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. കാരണം ഇതിലാരും സമ്പന്നന്മാരല്ല. സമ്പന്നന്മാരാണെങ്കിലും ഉള്ളതിന് ഇത്തരം വലിയ വലിയ 65 ലക്ഷം 1 കോടി ഉറുപ്പിയുടെ ഒക്കെ ട്രീറ്റ്മെന്റുകൾ നടത്തുമ്പോൾ ഉള്ളതൊക്കെ വിറ്റിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോഴേക്കും അവർ ഇതാവുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ A to Z ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുക. അത് ഇന്ന് എനിക്കത് വരില്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ക്യാൻസർ കൂടി ഉൾപ്പെടുന്ന ഇൻഷുറൻസുകൾ ഓരോരുത്തരും എടുത്തു വയ്ക്കുക. അതിലിപ്പോൾ നഷ്ടപ്പെടുന്ന കുറച്ച് പൈസ എല്ലാം നമ്മൾ നോക്കും. മുൻകൂട്ടി വരുന്ന ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഭാരിച്ച ചിലവുകളാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ പലയിടത്തും ക്യാൻസറിന് മാത്രമായിട്ട് പല ഭാഗത്തും ഉണ്ട് ഇങ്ങനെ ചികിത്സ. ബാങ്കിൻ്റെ ഒക്കെ ഇൻഷുറൻസ് അവർ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ പരിരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം എടുത്തു വെക്കുന്നത് നല്ലതാണ് എപ്പോഴും. അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ല അപ്പം എന്തുണ്ട് ഗുണം? ഈ നഷ്ടപ്പെടുന്നു. മറ്റുള്ളവർ നമ്മളെ വെച്ച് മുതലെടുക്കില്ല. നമ്മളെ ജീവനും അപകടത്തിലാവില്ല. നമുക്ക് ടെസ്റ്റുകൾ നടത്താനും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, സമാധാനമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ പറ്റും. അതെ അതാണ്. പിന്നെ ഇപ്പം തന്നെ ഏറ്റവും നമ്മൾ നോക്കേണ്ട എന്താണ്? നമ്മൾ ഒരു അസുഖം വന്നാൽ അതിന് ഉപകാരപ്പെടുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് കണ്ടെത്തുക. എല്ലായിടത്തും പോയി കണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് അവിടെ ഒരു ഡോക്ടറുടെ പേര്, ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഡോക്ടറുടെ പേര് കണ്ട് അയാളെല്ലാം മാറ്റുന്നു നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഏതോ കാര്യത്തിൽ ഓക്കെ അവരിതായിരിക്കും. പക്ഷേ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മളെ മെഡിക്കൽ കോളേജുകളിൽ തന്നെ നല്ല നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷെ നമ്മളാരും അങ്ങോട്ട് പോവില്ല. വലിയ വലിയ ഹോസ്പിറ്റൽ കാണുമ്പോൾ അങ്ങോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ജിമ്മറിൽ പറഞ്ഞതുപോലെ അവിടെ ടൈം പിടിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ആൾക്കാർക്ക്. അതാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് പോകുന്നത്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് എന്നാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഭീമമായുള്ള ചിലവ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇതേപോലെ നമ്മൾ കേരളത്തിന് നല്ലൊരു ഹോസ്പിറ്റൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ നമ്മളെ നാട്ടിൽ കൊണ്ടുതരാൻ പറ്റുന്ന ആൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അത് അവരുടെ ഒരു പ്രകടന പത്രിക ആവട്ടെ. കാരണം ജനങ്ങളുണ്ടെങ്കിലല്ലേ ഇവർക്ക് വോട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ രോഗികളില്ലാത്തൊരു നാടിന് വേണ്ടിയിട്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മുന്നിട്ടിറങ്ങുന്നത്? എൻ്റെ കുടുംബം അവർക്ക് വോട്ട് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്തായാലും ബാലേട്ടൻ്റെ ഈ ക്യാൻസർ ദിനത്തിൽ ബാലേട്ടൻ ഇത്രയും കാര്യങ്ങൾ നേരിട്ടുള്ള അനുഭവങ്ങൾ വഴി ഉള്ള ഒരു കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ കേരളത്തിന് എത്രയും പെട്ടെന്ന് തന്നെ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനം ഉണ്ടാവട്ടെ. ഈ ക്യാൻസർ വഴിയുള്ള ചതിക്കുഴികൾ ഇല്ലാതാവട്ടെ. അതുപോലെ ഈ പ്രാവശ്യത്തെ ഈ തീം പോലെ തന്നെ ഈ കെയർ പരിരക്ഷ എത്രയും പെട്ടെന്ന് ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ അല്ലേ, അത് കുറഞ്ഞു പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. അതിജീവനം വീക്കാൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇനിയും ഒരുപാട് അതെ. ഇന്നിപ്പോൾ അതാ നമ്മളെ പാലക്കാട് അതിജീവനം വീക്കാൻ്റെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം എന്ന് പറഞ്ഞ പാലിയേറ്റീവ് ക്ലിനിക്കിൽ വെച്ചിട്ടാണ്, അവിടെ വെച്ചിട്ട് ഈ ഒരു സന്ദേശമാണ് കൈമാറുന്നത്. അവിടെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് പല ഭാഗത്തുനിന്നും, ഇപ്പോൾ നമ്മളെ കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്നിട്ട് പറ്റുന്ന ആൾക്കാരെ അവിടെ ഒത്തുകൂടിയിട്ട് ഈ ഒരു സന്ദേശം അവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അസുഖം ഒരാളെയും വിട്ടു പോകുന്നില്ല. ആ അസുഖം വരാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നത്തെ നമ്മളെ ഭക്ഷണ രീതികളടക്കം നമുക്ക് ഈ അസുഖത്തെ
മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങളായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, ചെക്കപ്പുകൾ ചെയ്യുക, ഇതേപോലെ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക, അതുപോലെ ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴാതെ ക്യാൻസർ വന്നാൽ അവരെ ചേർത്ത് നിർത്താൻ കുടുംബങ്ങളും ഭർത്താവായാലും ഭാര്യയായാലും ആരായാലും ചേർത്ത് നിർത്തുക. എങ്കിൽ തന്നെ ഇവരുടെ മാനസികമായിട്ട് അവർ രക്ഷപ്പെടും. അല്ലെങ്കിൽ ആരും ഇല്ല എന്നുള്ള തോന്നലാണ് പല രോഗികളും മരണത്തിലേക്ക് ഇടുന്നത്. ഈ ഒരു സന്ദേശം മാക്സിമം ഈ ഒരു ക്യാൻസർ ദിനത്തിൽ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും കട്ടൻ ടോക്സിൽ നമുക്ക് കാണാം.